നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസ്താവനകൾക്ക് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നേരിട്ട് രംഗത്ത്. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിയെ തകർത്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്ന് രാഹുൽ ഗാന്ധി തുറന്നടിച്ചു. വിദ്യാഭ്യാസ മേഖലയെ തകർത്തതിന് കേന്ദ്ര സർക്കാർ വിദ്യാർത്ഥികളോട് ക്ഷമ ചോദിക്കണമെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ ഉടനടി പുറത്താക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അതേസമയം സഭ ആരംഭിക്കുന്നതിന് മുന്നോടിയായി പാർലമെന്റ് കവാടത്തിൽ ഭരണപക്ഷ എംപിമാരും പ്രതിപക്ഷ എംപിമാരും തമ്മിൽ രൂക്ഷമായ വാഗ്വാദവും ഉന്തും തള്ളുമുണ്ടായി. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെയാണ് പ്രധാനമന്ത്രിയുടെ പ്രസ്താവനകളെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് രാഹുൽ ഗാന്ധി ശക്തമായ തിരിച്ചടി നൽകിയത്. രാജ്യത്തെ വിദ്യാഭ്യാസ സംവിധാനത്തെ പാടെ തകർക്കുകയും പരീക്ഷാ ക്രമക്കേടുകൾക്കും അഴിമതികൾക്കും ഉത്തരവാദികളായവരെ സംരക്ഷിക്കുകയും ചെയ്തത് നരേന്ദ്രമോദിയുടെ ഭരണകൂടമാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. രാജ്യത്തിന്റെ ഭാവിയായ വിദ്യാർത്ഥികളുടെ കഠിനാധ്വാനത്തെയും ജീവിതത്തെയും നിസ്സാരമായി കാണുന്ന നിലപാടാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. വിദ്യാഭ്യാസ മേഖലയിലുണ്ടായ ഈ കൂറ്റൻ തകർച്ചയ്ക്കും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിച്ച അനിശ്ചിതത്വത്തിനും പ്രധാനമന്ത്രി നേരിട്ട് മറുപടി നൽകണമെന്ന് രാഹുൽ ഗാന്ധി ആവർത്തിച്ചു. നീറ്റ് അട്ടിമറി കേവലം ഒരു പരീക്ഷാ വീഴ്ച മാത്രമല്ലെന്നും രാജ്യത്തെ വരും തലമുറയുടെ ആത്മവിശ്വാസത്തെയും ഭരണ സംവിധാനത്തിലുള്ള വിശ്വാസത്തെയും ആകെ തകർത്ത ഗുരുതരമായ പരാജയമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും പ്രതിരോധത്തിലാക്കിക്കൊണ്ട് പ്രക്ഷോഭം കൂടുതൽ കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. കേവലം വാക്കുകളുടെ ആശ്വാസ പ്രകടനങ്ങൾ കൊണ്ടോ പരീക്ഷാ ക്രമക്കേടുകൾ മറച്ചുപിടിക്കാൻ കഴിയില്ലെന്ന് പ്രഖ്യാപിച്ച പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കൃത്യവും വ്യക്തവുമായ 3 ആവശ്യങ്ങളാണ് കേന്ദ്ര സർക്കാരിന് മുന്നിൽ വെച്ചിരിക്കുന്നത്. രാജ്യത്തെ ദശലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിച്ച പരീക്ഷാ വീഴ്ചയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പൂർണ്ണമായും ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്നും അദ്ദേഹത്തെ ഉടനടി മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. ഇതോടൊപ്പം കഷ്ടപ്പെട്ട് പഠിച്ച് ഭാവി അനിശ്ചിതത്വത്തിലായതോടെ തെരുവിലിറങ്ങി സമരം ചെയ്യേണ്ടി വന്ന നിരപരാധികളായ വിദ്യാർത്ഥികളോട് കേന്ദ്ര സർക്കാർ പരസ്യമായി ക്ഷമ ചോദിക്കണമെന്നും ജനാധിപത്യപരമായി പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ ക്രൂരമായി ആക്രമിച്ചവർക്കെതിരെ അടിയന്തരമായ കർശന നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സമരരംഗത്തുള്ള വിദ്യാർത്ഥികൾ ഉയർത്തുന്ന ഈ 3 ആവശ്യങ്ങളും തികച്ചും ന്യായവും പ്രസക്തവുമാണെന്ന് രാഹുൽ ഗാന്ധി തറപ്പിച്ചു പറയുന്നു. രാജ്യത്തിന്റെ ഭാവിയെ വിദ്യാർത്ഥി സമൂഹത്തോടുള്ള അനീതി അവസാനിപ്പിക്കാനും വിദ്യാഭ്യാസ മേഖലയിലെ ക്രമക്കേടുകൾ തിരുത്താനും ഭരണകൂടം തയ്യാറാകണമെന്നുള്ള കടുത്ത മുന്നറിയിപ്പാണ് ഇതിലൂടെ പ്രതിപക്ഷം നൽകിയിരിക്കുന്നത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയം സഭയിലും തെരുവിലും ഒരുപോലെ അതിശക്തമായി പുകയുമ്പോൾ ദില്ലിയിൽ പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപ് പാർലമെന്റ് കവാടത്തിൽ വൻ നാടകീയ രംഗങ്ങൾക്കും ഭരണ പ്രതിപക്ഷ എംപിമാർ തമ്മിലുള്ള കടുത്ത ഏറ്റുമുട്ടലിനുമാണ് സാക്ഷ്യം വഹിച്ചത്. സഭ ആരംഭിക്കുന്നതിന് മുന്നോടിയായി പ്രതിപക്ഷ എംപിമാർ കവാടത്തിൽ സംഘടിപ്പിച്ച പ്രക്ഷോഭം ഭരണപക്ഷ എംപിമാരുമായിട്ടുള്ള രൂക്ഷമായ വാഗ്വാദത്തിലേക്കും ഉന്തും തള്ളിലേക്കും വഴിവെച്ചു. പാർലമെന്റ് കവാടത്തിന് മുന്നിൽ ഭരണപക്ഷ എംപിമാരും പ്രതിപക്ഷ എംപിമാരും നേർക്കുനേർ നിലയുറപ്പിച്ച് കടുത്ത ഭാഷയിൽ മുദ്രാവാക്യം വിളികളോടെ അണിനിരക്കുകയായിരുന്നു. കോൺഗ്രസ് പാർലമെന്റ് പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധി അടക്കമുള്ള പ്രമുഖ നേതാക്കൾ സജീവമായി പങ്കെടുത്ത പ്രതിഷേധത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കാതെ സഭയിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കോ ചർച്ചയ്ക്കോ തയ്യാറല്ലെന്ന് കോൺഗ്രസ് സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തറപ്പിച്ചു പറഞ്ഞു. വിചാരണ വേഗത്തിലാക്കാൻ പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് കേന്ദ്ര സർക്കാരിന് ഇപ്പോൾ മാത്രമാണോ ബോധോദയം ഉണ്ടായതെന്നും KC വേണുഗോപാൽ കടുത്ത ഭാഷയിൽ ചോദിച്ചു. സഭയിലേക്ക് പ്രവേശിക്കാനെത്തിയ ഭരണപക്ഷ എംപിമാരും കവാടത്തിൽ അണിനിരുന്ന പ്രതിപക്ഷ എംപിമാരും തമ്മിൽ പരസ്പരം വാക്കേറ്റവും ഉന്തും തള്ളും ഉണ്ടായതോടെ പാർലമെന്റ് സമുച്ചയത്തിൽ വൻ സംഘർഷാവസ്ഥയാണ് ഉടലെടുത്തത്. സാഹചര്യത്തിന്റെ ഗുരുതരാവസ്ഥ കണക്കിലെടുത്ത് പാർലമെന്റ് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉടനടി ഇടപെടുകയും ഇരുകൂട്ടരെയും ഇടയിൽ നിലയുറപ്പിച്ച് കൂടുതൽ തർക്കങ്ങളിലേക്കും അനിഷ്ട സംഭവങ്ങളിലേക്കും കടക്കാതെ അന്തരീക്ഷം ശാന്തമാക്കുകയായിരുന്നു. പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നേരിട്ട് കടുത്ത വിമർശനങ്ങളുമായി രംഗത്തെത്തുകയും പാർലമെന്റിൽ പ്രതിഷേധം കനക്കുകയും ചെയ്തതോടെ നീറ്റ് പരീക്ഷാ വിവാദം പുതിയ രാഷ്ട്രീയ തലങ്ങളിലേക്ക് ഉയരുകയാണ്.